നമസ്കാരം. നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയിലുള്ള രണ്ട് വെളുത്ത വിഷങ്ങൾ UAE ഭരണകൂടത്തിന്റെ കടുത്ത നിരീക്ഷണത്തിലാണെന്ന വാർത്ത വരുന്നു. രുചി കൂട്ടാൻ നാം വാരി വിതറുന്ന ഉപ്പും പഞ്ചസാരയും വെറും രുചിക്കൂട്ടുകളല്ല, മറിച്ച് UAE-യിലെ 96% ആളുകളെയും രോഗികളാക്കുന്ന നിശബ്ദ കൊലയാളികളാണെന്ന ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2026 ജനുവരി മുതൽ നടപ്പിലാക്കിയ പുതിയ ഷുഗർ ടാക്സും ഭക്ഷണങ്ങളിലെ സോഡിയം നിയന്ത്രണങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രെഡിന്റെയും സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും രുചി തന്നെ മാറ്റാൻ പോവുകയാണ്. ഉപ്പും പഞ്ചസാരയും വിപണിയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഇവ ഒരു കിട്ടാക്കനിയായി മാറുമോ? അതോ UAE പ്രവാസികളുടെ ആരോഗ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണത്തിനാണോ നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ആരോഗ്യ വിപ്ലവത്തിന് പിന്നിലെ ചില രഹസ്യങ്ങളുണ്ട്, അതൊന്ന് പറയാം. UAE-യിലെ താമസക്കാരുടെ ഇടയിൽ ഉപ്പിന്റെ ഉപയോഗം അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നതായി പുതിയ ആരോഗ്യ സർവേ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. രാജ്യത്തെ 96.2% ആളുകളും നിത്യേന ഉപയോഗിക്കേണ്ട ഉപ്പിന്റെ അളവിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സർവേ വഴി കണ്ടെത്തിയത്. ഇതോടെ ബേക്കറി ഉൽപ്പന്നങ്ങളിലും പാക്ക് ചെയ്ത ഭക്ഷണങ്ങളിലും ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കാൻ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ശക്തമായ നീക്കങ്ങൾ നടത്തുകയാണ്. ഇതുവഴി UAE-യിലുള്ളവരുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളും രക്തസമ്മർദ്ദവും കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ശരീരത്തിലെ ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സോഡിയം ആവശ്യമാണെങ്കിലും ഇതിന്റെ അമിത ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അമിതമായ ഉപ്പുപയോഗം കാരണം ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയസ്തംഭനം, പക്ഷാഘാതങ്ങൾ, വൃക്കരോഗങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. സർവേ പ്രകാരം UAE-യിലെ മുതിർന്നവരിൽ 25.9% പേർക്കും ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട്. പലരും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന കാര്യം തിരിച്ചറിയുന്നില്ല എന്നതാണ് നിലവിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സാഹചര്യത്തിൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി ബ്രെഡ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളിൽ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അതേസമയം പഞ്ചസാരയുടെ ഉപയോഗത്തിലും UAE കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. 2026 ജനുവരി 1 മുതൽ മധുരപാനീയങ്ങൾക്ക് പുതിയ പഞ്ചസാര നികുതി പ്രാബല്യത്തിൽ വന്നു. 100 ml പാനീയത്തിൽ 8 ഗ്രാമോ അതിലധികമോ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉയർന്ന നികുതി നൽകേണ്ടി വരും. ഏകദേശം 27.3% താമസക്കാർ ശുപാർശ ചെയ്ത പരിധിയിൽ കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. പൊണ്ണത്തടിയും പ്രമേഹവും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചസാര ചേർത്ത പാനീയങ്ങൾക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം നികുതി ഏർപ്പെടുത്തിയത്. ഭക്ഷണക്രമത്തിലെ ഈ മാറ്റങ്ങളും വ്യായാമക്കുറവും കാരണമാണ് UAE-യിലെ ഭൂരിപക്ഷം ആളുകൾക്കും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മുതിർന്നവരിൽ 22.4% പേർക്കും അമിതവണ്ണം ഒരു വലിയ പ്രശ്നമാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും സംസ്കരിച്ച ഭക്ഷണങ്ങളിലെ ഉയർന്ന കൊഴുപ്പും കലോറിയുമാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. കൂടാതെ 2030 ആകുമ്പോഴേക്കും ഉപ്പിന്റെ ഉപയോഗം 30% കുറയ്ക്കാനും ഇത്തരം പ്രശ്നങ്ങൾ കാരണമുള്ള മരണനിരക്ക് കുറയ്ക്കാനുമൊക്കെയാണ് UAE-യുടെ ലക്ഷ്യം. ആരോഗ്യം പോലും നോക്കാതെ പണിയെടുക്കുന്നവരാണ് പ്രവാസികൾ. മിക്കവരും കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്താറില്ല. ജോലി ചെയ്ത് കിട്ടുന്ന പണം എല്ലാം നാട്ടിലേക്ക് അയക്കും. എന്തായാലും പ്രവാസികളുടെ ആരോഗ്യകാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. UAE-യുടെ ഈ നീക്കം നികുതി പിരിക്കാനോ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാനോ ഉള്ളതല്ല, മറിച്ച് ഓരോ പൗരന്റെയും പ്രവാസിയുടെയും ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു മുൻകരുതലാണ്. 2030 ഉപ്പിന്റെ ഉപയോഗം 30% കുറയ്ക്കുക എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ സർക്കാരിനൊപ്പം ജനങ്ങളുടെ സഹകരണവും വേണം. രുചിയേക്കാൾ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ്. പ്ലേറ്റിലെ ഉപ്പിന്റെ അളവ് കുറയ്ക്കുന്നത് വഴി വരാനിരിക്കുന്ന വലിയൊരു ചികിത്സാ ചെലവും മാനസിക വിഷമവുമാണ് നാം ലാഭിക്കാൻ പോകുന്നത്. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു UAE-ക്കായി നമുക്ക് ഈ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യാം.